ഈ കോൺക്ലേവിലൂടെ ഉയർന്നു വരുന്ന ആശയങ്ങൾ അത് ഏത് രീതിയിൽ ക്രോഡീകരിച്ച് എത്ര നാളുകൾക്ക് അങ്ങനെ ഒരു സമയബന്ധിതമായി തീരുമാനിച്ചിട്ടുണ്ടോ ഈ ഒരു നയരൂപീകരണം? ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് 2 മാസം കൊണ്ട് നയം രൂപീകരിച്ച് പൂർണ്ണമായി ഡ്രാഫ്റ്റ് ആക്കണമെന്ന്. അപ്പോൾ ഇന്നും നാളെയും കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കും, അതിന് ഒരു സമയം കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ആളുകളുമായി വീണ്ടും ചർച്ച ചെയ്ത് അവരെയും കൂടി ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചും സഹകരണത്തോടു കൂടി 2 അല്ലെ 3 മാസം പരമാവധി, എന്തായാലും ഈ ഗവൺമെൻറ് കാലത്ത് ഇത് പോളിസി നമ്മൾ പ്രഖ്യാപിക്കും. ആവശ്യമായ നിയമനിർമ്മാണവും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരും. പോളിസിക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിന് ഒരുപിടി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് കേരള സ്റ്റോറിക്കുള്ള പുരസ്കാരം. അതിനെ എങ്ങനെയാണ് സാംസ്കാരിക മന്ത്രി കാണുന്നത്? അല്ല, ആ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ വിജയരാഘവനും ഉർവശിയെ പോലുള്ള ഏറ്റവും മികച്ച താരങ്ങളെ അംഗീകരിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം കേരള സ്റ്റോറിക്ക് പുരസ്കാരം കൊടുത്തപ്പോൾ ആ അംഗീകാരത്തിൻ്റെ മുഴുവൻ വിലയും പോയി. വിദ്വേഷം പടർത്തുന്ന മൂല്യമില്ലാത്തൊരു സിനിമയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്? അപ്പോൾ ഇത്തരം മൂല്യമില്ലാത്ത കാര്യങ്ങൾ നാട്ടിൽ ഉണ്ടാകണം. ചെറിയ കാര്യത്തെ പോലും ഒരു ഗവൺമെൻറ് ശ്രദ്ധിക്കുകയാണ്, നല്ല ചോദിക്കണം. ഇപ്പം നമ്മൾ അവാർഡ് കൊടുക്കുന്നില്ലേ, നമ്മളാരും ശ്രദ്ധിക്കാറില്ല. കാരണം ഏറ്റവും മിടുക്കന്മാരെ ആളുകളെ അവിടെ ചുമതലപ്പെടുത്തും, അവർ തിരഞ്ഞെടുക്കും, ഒരു പരാതിയും വരില്ല. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കുന്ന സാംസ്കാരിക മേഖലയിലെ സാഹിത്യ മേഖലയിലെ ഇടപെടലിൻ്റെ ഭാഗമാണിത്. അവർക്ക് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നാട്ടിൽ കൂടുതൽ ആളിക്കത്തിക്കണം. അതിന് പറ്റിയ ആശയങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക, അതാണ് ഏറ്റവും നല്ലത്. വിദ്വേഷം പടർത്തുന്ന ആശയമാണ് ഏറ്റവും നല്ലത് എന്ന് സമൂഹത്തിൽ പറയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, യാതൊരു മൂല്യവും ബോധവും ഇല്ലാതല്ലേ 2 കന്യാസ്ത്രീകളെ ഇപ്പോൾ ഈ കൽത്തൂർ എന്ത് മനുഷ്യക്കടത്ത് നടത്തി? മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു മനുഷ്യക്കടത്ത്? അതിലൊരു കന്യാസ്ത്രീക്ക് ശാരീരികമായി വളരെ അസ്വസ്ഥതയുള്ള ഒരു കന്യാസ്ത്രീയാണ്. ഒരു നിരപരാധികളായാലും പിടിച്ച് ജയിലിടുക, എന്നിട്ട് കേക്ക് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാരണവശാലും നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സാംസ്കാരിക മേഖലയുടെ ഇടപെടൽ നമ്മുടെ സാംസ്കാരിക മേഖലയെ, അതിൻ്റെ ഔന്നത്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യും. കേരള സ്റ്റോറിക്ക് പുരസ്കാരം കൊടുത്തത് അങ്ങേയറ്റം വിദ്വേഷത്തെ ശക്തിപ്പെടുത്തുന്നതും മൂല്യബോധത്തെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ കേന്ദ്ര ഗവൺമെൻറ് ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. തെറ്റായിപ്പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി മിനിസ്റ്റർ.